ഹായ്. ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. ഞാൻ വീട് മാറിയിട്ട് ഇപ്പോൾ ഒരു 4 മാസത്തേ ഉള്ളൂ. കാരണം നമുക്കറിയാം നമ്മൾ വീടില്ലാത്തവർ വീട് മാറുക എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞാൻ 7 വർഷം 6 വർഷം കൊണ്ട് ഞാൻ എറണാകുളത്ത് ഓരോ വീടുകൾ മാറി മാറിയിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾക്ക് വീട് കിട്ടാത്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വീട് കിട്ടി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം സ്റ്റെപ്പ് കയറാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ വസന്തക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ ഒരു വീടെടുത്ത് DDA ഫ്ലാറ്റിലാണ്. അപ്പോൾ ഹൗസ് ഓണറിനെ കണ്ടു. ഹൗസ് ഓണറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഇവിടെ വെള്ളം കയറുമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് അത്രയും വെള്ളം കയറുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. മുട്ടിന് മുകളിൽ വരെ വെള്ളം കയറുമായിരുന്നു. അപ്പം മഴ പെയ്തു. അപ്പം ഒരു മഴ പെയ്തത് ഞാൻ എടപ്പള്ളിയിൽ നിന്ന് ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. അപ്പം എൻ്റെ പപ്പി ഉണ്ടായിരുന്നു. പപ്പി ഞാൻ അഴിച്ചു വിട്ടത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. അപ്പം ഞാൻ നാട്ടിലായിരുന്നു അമ്മയുടെ കൂടെ. അപ്പം ഞാൻ എൻ്റെ മകനെ വിട്ട് നോക്കിച്ചതാണ്. അപ്പോൾ അത് വെള്ളം ഇറങ്ങിയിരുന്നു. എന്നിട്ടും ഇതായിരുന്നു അവസ്ഥ. എൻ്റെ ഈ ബെഡുണ്ടല്ലോ, ഈ ബെഡൊക്കെ ഒഴുകി നടക്കുമായിരുന്നു. ഈ ബെഡൊന്ന് ഒഴുകിയെടുക്കുക, ഈ ഹൈറ്റിൽ, ഇത്രയും ഹൈറ്റ്, ബെഡിൻ്റെ ഹൈറ്റിൽ ഒഴുകി നടക്കുകയായിരുന്നു പെട്ടെന്ന് മഴയുണ്ടായ സമയത്ത്. ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഇത് കണ്ടോ, വാ ഭൂമി, നമ്മുടെ ഭൂമി ഉണ്ടോ, പേടിച്ചിരിക്കുകയാണ് കേട്ടോ ഭൂമി. കാരണം ഭൂമി ഞാൻ വഴക്ക് പറഞ്ഞു. കാരണം ഭൂമിക്ക് ശീലമുണ്ട് കേട്ടോ. ഇങ്ങനെ ഭൂമി ഒത്തിരക്ക് ട്രെയിൻ ചെയ്ത് കൊടുത്താലും അവൾക്ക് എപ്പോഴും വന്നിട്ട് നമ്മുടെ കിച്ചണിൽ വന്ന് അപ്പിയിടുക, മൂത്രമൊഴിക്കുക, ഇതൊക്കെയാണ് ശീലം. അപ്പം എനിക്ക് ദേഷ്യമൊക്കെ പെടും, ഞാൻ വഴക്കൊക്കെ പറയും. അപ്പോൾ പപ്പി ഇവിടെ വളർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പപ്പിയിൽ നിന്ന് വഴക്കൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ പപ്പിയെ ഇങ്ങനെ നമുക്ക് ദേഷ്യപ്പെടുത്താനല്ലാതെ നമുക്ക് അടിക്കാനൊന്നും പറ്റില്ല. കാരണം ഇവൾ എൻ്റെ കൂടെ കിടന്നുറങ്ങുന്നതാണ്. കണ്ടോ, ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുള്ളൂ. എൻ്റെ ഈ കൈക്ക് വയ്യാത്തതാണ്. പുമാ ഒരു അപേക്ഷയാണ്, ദയവ് ചെയ്ത് ഒരാളും സ്വന്തമായിട്ട് വീട്ടില്ലാതെ നമ്മൾ റെൻറ്റിൽ താമസിക്കുന്നവരൊരിക്കലും ഒരു അനിമൽസിനെയും വളർത്തരുത്. കാരണം നമ്മൾ സത്യം പറഞ്ഞാൽ സാധാരണ ഹൗസ് ഓണറൊക്കെയാണ് വന്ന് വഴക്ക് പറയുന്നത്. ഇത് ഹൗസ് ഓണർ ഇവിടെ ഇല്ല, അയാൾ പോയി. നമ്മൾ ഹൗസ് ഓണർ ഇല്ല എന്നുള്ളൊരു സമാധാനത്തിന് വന്ന് വീടെടുത്തത്. അപ്പോൾ കാരണം ഹൗസ് ഓണറിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, പെറ്റാണ്, വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ വീട് വന്നെടുത്ത് താമസിച്ചപ്പോൾ തന്നെ നമ്മൾ വീട് മാറി കഴിഞ്ഞ് ഇവിടെ നോക്കിയപ്പോൾ ഞങ്ങൾ വെളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാരണം അതിൻ്റെ ഫ്രണ്ടിൽ കുറേ തുണിയൊക്കെ വിരിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു ഇതാരാണ്. അപ്പോഴത്തേക്ക് അവർ ഓടി വന്ന് ഇവിടെ, അയ്യോ നിങ്ങളിവിടെ താമസിച്ച് ഞങ്ങൾ അറിഞ്ഞില്ല. നമ്മൾ അടുത്ത് താമസിക്കുന്ന വാടകക്കാരോട് നമ്മൾ പറയേണ്ട കാര്യം എന്താണ്? ചിലരങ്ങനെയാണ്, ചില സീനിയോറിറ്റി എന്ന് പറയൊക്കെ പറയത്തില്ലേ. അപ്പോൾ അവരുമായിട്ടൊക്കെ എന്തൊക്കെയോ ഭയങ്കര ക്ലോസ് ആയിരുന്നു, നമുക്ക് വീട് തന്നത് അവരെ അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഈ പപ്പി ഉണ്ടെന്ന് ഞാൻ ആൾറെഡി ആ ഹൗസ് ഓണറോട് പറഞ്ഞു. ഇപ്പോൾ ഹൗസ് ഓണർ പറയുന്നത് എന്താണെന്നറിയാം, നമുക്ക് പപ്പി ഉണ്ടെന്ന് അയാളോട് പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾ പപ്പീസിനെ വളർത്തുന്നവർക്കൊക്കെ അറിയാം. എവിടെ ചെന്നാലും പപ്പി എല്ലാ ഫ്ലാറ്റിലൊന്നും നമ്മൾ ചിലർ സമ്മതിക്കത്തില്ല, ഹൗസ് ഓണറൊന്നും സമ്മതിക്കത്തില്ല. എനിക്ക് ഒരുപാട് വീട് അങ്ങനെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ ദയവ് ചെയ്തിനി നമുക്ക് സ്വന്തമായിട്ട് വീടില്ലാതെ ഒരിക്കലും ഒരിടത്തും ഈ ആനിമൽസിനെ വളർത്തരുത്, പപ്പീസിനെയോ അങ്ങനെയുള്ളതിനൊന്നും വളർത്തരുത്. കാരണം പിന്നെ ഇവരെ വിട്ടു വീഴാൻ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഒന്നും ഞാൻ വീട് ഒഴിയണം, അല്ലെങ്കിൽ ഇവളെ ഒഴിയണം. അപ്പോൾ എനിക്ക് വീട് ഒഴിയാൻ പറ്റത്തില്ല, ഇവളെ ഒഴിയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഉണ്ടല്ല. കാരണം നമ്മളൊരു വീട് ഇങ്ങോട്ട് മാറിയിട്ട് 3 മാസം ആയതുള്ളൂ. അമ്മയുടെ ഒരു മേജർ സർജറി കഴിഞ്ഞിടക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റുന്നൊരു സിറ്റുവേഷനൊന്നുമല്ല. എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു പോകാൻ വഴി കണ്ടെത്തും. എത്താതിരിക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. ഇപ്പം ഇതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് പറയണം. നമ്മൾ പപ്പീസിനെ വളർത്തുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? ഇങ്ങനെ ഇപ്പം ചില ഫ്ലാറ്റുകളിൽ അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഈ ഹൗസ് ഓണർക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ഇയാളത് പറയാതെ തന്നെ നമ്മളോട് പറഞ്ഞു ഇവിടെ വെള്ളം കയറുമെന്ന് പറഞ്ഞ്. ഇത് മുട്ടിന് മുകളിലേക്ക് വെള്ളം കയറും. നമുക്ക് സാധാരണ എല്ലായിടവും നമ്മൾ എറണാകുളത്ത് താമസിക്കുമ്പോൾ വെള്ളം സാധാരണ കയറാറുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ദിവസം മൊത്തം എൻ്റെ മൂഡ് ഓഫ് ആയി. കാരണം പപ്പി ഞാൻ വഴക്ക് പറയുമ്പോൾ പപ്പിയാണല്ലോ സൗണ്ട് വെക്കുമല്ലോ. അപ്പോഴത്തേക്ക് അപ്പുറത്തെ ഒരു വീട്ടുകാർ ഓടി ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെന്താണ് ഇവിടെ പപ്പിയുടെ സൗണ്ട് കേൾക്കുന്നു, ഇത് കേൾക്കുന്നു പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക. കാരണം ചിലർക്ക് അങ്ങനെയുണ്ട്. ഇവർക്ക് നമ്മളിവിടെ താമസിക്കുന്നവർക്ക് ഇഷ്ടമല്ല. കാരണം ഈ വീട് പൂട്ടാറൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. അവരിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണെന്ന് തോന്നുന്നു.
എന്തായാലും എനിക്ക് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് നമ്മൾ ടോർച്ചർ ചെയ്യുന്നതിൻ്റെ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വന്നപ്പോൾ തൊട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു 3 മാസമായി. കാരണം അമ്മ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് പോയി ഒരു പരാതിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല.